ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ ബൈബിറ്റിൽ നിന്ന് ഡോഗ്സ് എങ്ങനെ ഗേറ്റ് ഐയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് ജസ്റ്റ് ആദ്യം ബൈബിറ്റ് ഓപ്പൺ ചെയ്യാം. ബൈബിറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. അപ്പം നമ്മളിവിടെ അസറ്റ്സ് എടുക്കുക. അസറ്റ്സിൽ നമുക്ക് നമ്മുടെ ഡോഗ്സ് കാണാം. ഇവിടെ USD കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിപ്പോൾ യൂണിഫൈഡ് ട്രേഡിങ്ങിലാണ് ഉള്ളത്. നമ്മളത് ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്ഫർ എന്നുണ്ടാവും. ജസ്റ്റ് ട്രാൻസ്ഫർ കൊടുക്കുക. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ട്രാൻസ്ഫർ കാണിക്കും. ജസ്റ്റ് ട്രാൻസ്ഫർ കൊടുക്കുക. ട്രാൻസ്ഫർ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഫണ്ടിങ് അക്കൗണ്ട് യൂണിഫൈഡ് അക്കൗണ്ട് ട്രേഡിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്വാപ്പ് ചെയ്തിട്ട് ഫണ്ടിങ് അക്കൗണ്ട് താഴെ കൊണ്ടുവരിക. യൂണിഫൈഡ് അക്കൗണ്ട് മേലെ ആക്കി വെക്കുക, ഫ്രണ്ടിൽ വെക്കുക. ഇത് നമുക്ക് ഡോഗ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഡോഗ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സ് എമൗണ്ട് ഫുൾ എമൗണ്ടാണ് ഇവിടെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മാക്സ് എന്ന് പറഞ്ഞത് പ്രസ് ചെയ്യാണ്. സുഹൃത്തേക്ക് അങ്ങനെ ഫുൾ എമൗണ്ട് ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റ് ഐ ഓപ്പൺ ചെയ്യുക. ഗേറ്റ് ഐ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് കാണിക്കുന്നുണ്ട് മുകളിൽ തന്നെ. നെറ്റ്വർക്ക് സ്ലോണ് ലോഡാൻ ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ലോഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൺചെയിൻ ഡെപ്പോസിറ്റ് എന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ഡോഗ്സ് കൊടുക്കുക. ഡോഗ്സ് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ QR കോഡ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ബൈബിറ്റിലേക്ക് വരിക. ബൈബിറ്റിൽ നമ്മളിവിടെ വിത്ഡ്രോ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ ഡോഗ്സ് വന്നിട്ടുള്ളത് കാണാം. നമ്മൾ ജസ്റ്റ് ഡോഗ്സ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ അഡ്രസ്സ് എന്ന് കാണിക്കും, നെറ്റ്വർക്ക് എന്ന് കാണിക്കും. ഫസ്റ്റ് അഡ്രസ്സ് നമ്മുടെ ഗേറ്റ് ഐയിൽ നിന്ന് കോപ്പി ചെയ്ത അഡ്രസ്സ് സെലക്ട് ചെയ്യുക. നെറ്റ്വർക്ക് നമുക്കിവിടെ ടോണാണ്. ടോണ് 50 ഡോഗ്സ് കൊടുക്കേണ്ടതുണ്ട് ഫീസായിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. അതിനുശേഷം നമുക്കിവിടെ ടാഗ് മെമ്മോ എന്നുണ്ടാവും. നമ്മളിവിടെ മെമ്മോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗേറ്റ് ഐയിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് കൊടുക്കുക. നമ്മളിവിടെ മാക്സ്, ഞാനിവിടെ ഫുൾ എമൗണ്ട് തന്നെ സെൻഡ് ആക്കാൻ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ മാക്സ് കൊടുക്കും. അതിനുശേഷം നമ്മൾ വിത്ഡ്രോ കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ നോക്കാം. നമ്മുടെ വാലറ്റിൽ കൺഫേം ചെയ്തതിന് ശേഷം റെഡിയാണെന്നുണ്ടെങ്കിൽ നേരെ കൺഫേം കൊടുക്കാം. നമ്മുടെ മെയിൽ ഐഡിയിലേക്കും നമ്മൾ ഗൂഗിൾ അതെൻറ്റിക്കേറ്ററിലേക്കും OTP നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ മെയിലിലോ ബൈബിറ്റിലെ വിത്ഡ്രോൾ റിക്വസ്റ്റിൻ്റെ ഒരു OTP വന്നിട്ടുണ്ടാവും. ജസ്റ്റ് കോപ്പി ചെയ്യുക. ശേഷം നമ്മൾ ഗൂഗിൾ അകത്തിൻ്റെ അകത്ത് പോയിട്ട് അത് നമുക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ OTP കൂടി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഗൂഗിളകത്ത് എന്തായാലും നമുക്ക് കാണിക്കില്ല, ഓപ്പൺ ചെയ്താൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ബ്ലാങ്ക് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കൺഫേം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൺഫേം ആയത് 12:09. നമുക്ക് ഇവിടെ ടൈം കാണാൻ പറ്റും. 12:09 കൺഫേം ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ വിത്ഡ്രോൾ ഇൻ പ്രോഗ്രസ് എന്നാണുള്ളത്. അപ്പോൾ എന്തായാലും ഒരു മാക്സിമം ഒരു 10 മിനിമം ഒരു 5 മിനിറ്റോ മാക്സിമം ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും. ഇപ്പോൾ ടോൺ ചെയ്യുന്ന നല്ലൊരു ഇതാണുള്ളത്, ലാഗാണ്, ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ വിത്ഡ്രോ ഇൻ പ്രോസസ് എന്നാണത്. അപ്പോൾ ബൈബിറ്റിൽ നിന്ന് എമൗണ്ട് പോയിട്ടില്ല, കട്ടായിട്ടില്ല. ബൈബിറ്റിൽ നിന്ന് എമൗണ്ട് കട്ടാകുമ്പോൾ നമുക്കിവിടെ സെൻഡ് എന്ന് പറഞ്ഞിട്ട് മാറുന്നതായിരിക്കും. വിത്ഡ്രോ പ്രോസസ് മാറി സെൻഡ് എന്നായിട്ടുണ്ടാകും ഓപ്ഷനിലേക്ക് വരുന്നതായിരിക്കും. നോക്കുകയാണ് 12:09 നമ്മൾ വിത്ഡ്രോൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ റീഫ്രഷ് ചെയ്തപ്പോൾ കൂടെ സെൻഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് സെൻഡ് ആയിട്ടുണ്ട്.
ജസ്റ്റ് നമുക്കൊന്ന് ഗേറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ബൈബിറ്റ് ഒന്നുകൂടി ചെയ്ത് നോക്കി നമുക്കിവിടെ വിഡ്രോവൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗേറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗൈസ് ഇപ്പോൾ ഏകദേശം 12:20 ആയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റിനടുത്തായിട്ടുണ്ട്. പക്ഷേ ഇനി എമൗണ്ട് ഇനിയും ക്രെഡിറ്റ് ആയിട്ടില്ല. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം എന്തായാലും 30 മിനിറ്റ്സ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ ടോട്ടൽ അസറ്റ്സിൽ ഇവിടെ എമൗണ്ട് വന്നതായിട്ട് കാണാം. നമുക്ക് അസറ്റ്സ് എടുത്ത് നോക്കാം. അപ്പോൾ അസറ്റ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡെപ്പോസിറ്റ് വിഡ്രോ എന്ന് പറഞ്ഞ ഭാഗത്ത് വരുമ്പോൾ ട്രാൻസ്ഫറിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് 3 ഡോട്ട് കാണാം. നമ്മൾ ആ 3 ഡോട്ട് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കവിടെ ഹിസ്റ്ററി എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹിസ്റ്ററി ഒന്ന് തുറന്നു കൊടുത്താൽ നമുക്കിവിടെ കാണാം. നമ്മുടെ ഡെപ്പോസിറ്റ് 12:20 കറക്റ്റ് 10 മിനിറ്റ് തന്നെ, ഏകദേശം 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഡെപ്പോസിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം $9,973. അപ്പോൾ നമുക്ക് മെയിലിൽ ഇതിൻ്റെ ഇൻവോയ്സ് വരുന്നതായിരിക്കും. ഓക്കെ, നമുക്കിവിടെ സെറ്റിന് സക്സസ്ഫുള്ളി ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി $9,973 നമുക്കിവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബൈബിറ്റിൽ നിന്ന് വിഡ്രോ ആയതിൻ്റെ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ കാണാം.